ഹലോ ഫ്രണ്ട്സ്, PSC മാസ്റ്ററിലേക്ക് സ്വാഗതം. നമ്മൾ UPSC CDS എക്സാമിൻ്റെ ഫിസിക്സ് പോർഷനായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളിന്ന് അതിൻ്റെ കണ്ടിന്യൂഷൻ പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വൈകുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. അറ്റോമിക് ആൻഡ് ന്യൂക്ലിയർ ഫിസിക്സ് എന്ന പോർഷനിലെ കുറച്ച് കാര്യങ്ങളാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് അതിൽ വരുന്ന ടോപ്പിക്കാണ് കാഥോഡ് റേസ്. കാഥോഡ് റേസ് ഡിസ്കവേർഡ് ബൈ സർ വില്യം ക്രൂക്ക്. ഇപ്പോൾ കാഥോഡ് റേസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് വില്യം ക്രൂക്ക്. അവയുടെ കുറച്ച് പ്രോപ്പർട്ടീസാണ് നമുക്ക് താഴോട്ട് തന്നിട്ടുള്ളത്. അവ എന്താണെന്നുള്ളതൊന്ന് നോക്കാം. ദേ ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻസ്. അവ എന്ത് ചെയ്യുന്നു? ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻസ്. അവ സ്ട്രെയിറ്റ് ലൈൻസിലാണ് ട്രാവൽ ചെയ്യുന്നത്. ദേ പ്രൊഡ്യൂസ് ഫ്ലൂറസെൻസ്. അവ ഫ്ലൂറസെൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ക്യാൻ പെനിട്രേറ്റ് ത്രൂ തിൻ ഫോയിൽസ് ഓഫ് മെറ്റൽ ആൻഡ് ഡിഫ്ലക്റ്റഡ് ബൈ ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ്. അവ തിൻ മെറ്റൽ ഫോയിൽസിൽ കൂടെ എന്ത് ചെയ്യുന്നു? പെനിട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ അവയെ നമുക്ക് ഇലക്ട്രിക്കും മാഗ്നറ്റിക് ഫീൽഡ്സും ഉപയോഗിച്ച് ഡിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉപയോഗിച്ച് നമുക്ക് അവയെ ഡിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും. ഹാവ് വെലോസിറ്റി റേഞ്ചിങ് 1/30 to 1/10 ഓഫ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. അപ്പോൾ അവയുടെ വെലോസിറ്റിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ലൈറ്റിൻ്റെ വെലോസിറ്റിയുടെ 1/30 to 1/10 വരെയാണ് അവയുടെ വെലോസിറ്റി റേഞ്ച് ചെയ്യുന്നത്. പോസിറ്റീവ് റേസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അവ കനാൽ റേസ് എന്നും അറിയപ്പെടാറുണ്ട്. ദീസ് റേസ് വേർ ഡിസ്കവേർഡ് ബൈ ഗോൾഡ്സ്റ്റീൻ. അപ്പോൾ ഇത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ്റെ പേരാണ് ഗോൾഡ്സ്റ്റീൻ. ദ പോസിറ്റീവ് റേ കൺസിസ്റ്റ് ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. പോസിറ്റീവ് റേയിൽ എന്താണ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്? പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് പോസിറ്റീവ് റേയിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്. ദീസ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോസിറ്റീവ് റേസും ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാണ്? സ്ട്രെയിറ്റ് ലൈനിലാണ്. ദീസ് റേസ് ആർ ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞത് അതുപോലെ തന്നെയാണ്. നമുക്കിവയെ മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും ഉപയോഗിച്ചുകൊണ്ട് ഇവയെ ഡിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദീസ് റേസ് ക്യാൻ പ്രൊഡ്യൂസ് അയണൈസേഷൻ ഇൻ ഗ്യാസസ്. അപ്പോൾ ഇവയ്ക്ക് ചെറിയൊരു പ്രത്യേകതയുണ്ട്. ഗ്യാസിനെ അയണൈസ് ചെയ്യാനുള്ള കഴിവ് ഈ പോസിറ്റീവ് റേസിന് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം പോസിറ്റീവ് റേസാണ് കനാൽ റേസ് എന്ന് അറിയപ്പെടാറുണ്ട്. അതുപോലെ കണ്ടുപിടിച്ചത് ഗോൾഡ്സ്റ്റീൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. പോസിറ്റീവ് റേ കൺസിസ്റ്റ് ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. പോസിറ്റീവ് റേയിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് അടങ്ങിയിരിക്കുന്നത്. ദീസ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. അതുപോലെ ഇവ സ്ട്രെയിറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഉപയോഗിച്ചുകൊണ്ടും മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചുകൊണ്ടും ഇവയെ നമുക്ക് ഡിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവയ്ക്ക് ഗ്യാസസിനെ അയണൈസ് ചെയ്യാനുള്ള കഴിവ് ഉണ്ട്. അടുത്ത് നമുക്ക് എക്സ്റേസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. എക്സ്റേസ് ആർ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വിത്ത് വേവ് ലെങ്ത് റേഞ്ച് 0.1 ആംസ്ട്രോങ് ടു 100 ആംസ്ട്രോങ്. അപ്പോൾ ഇവ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ ഉൾപ്പെടുന്നതാണ് എക്സ്റേസ് എന്ന് പറയുന്നത്. ഇവയുടെ വേവ് ലെങ്ത് 0.1 to 100 ആംസ്ട്രോങ് ആണെന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എക്സ്റേസ് വേർ ഡിസ്കവേർഡ് ബൈ റോങ്ടൺ. അപ്പോൾ എക്സ്റേസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ്റെ പേരാണ് റോങ്ടൺ. എക്സ്റേസ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. എക്സ്റേസ് ട്രാവൽ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈനിലാണ്. ലോങ് എക്സ്പോഷേഴ്സ് ഓഫ് എക്സ്റേസ് ഈസ് ഇഞ്ചൂറിയസ് ഫോർ ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തിൽ എക്സ്റേസ് ധാരാളമായി പതിക്കുകയാണെങ്കിൽ അത് മനുഷ്യ ശരീരത്തെ വളരെയധികം ബാധിക്കുന്ന ഒരു റേ ആണ്. എക്സ്റേസ് ഷോസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പോൾ എക്സ്റേസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കാണിക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ എക്സ്റേസിൻ്റെ യൂസസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. In medical sciences, X-rays are used in surgery for the detection of fracture, diseased organs, foreign matter like bullet, stones, etc. അപ്പോൾ മെഡിക്കൽ സയൻസിൽ എക്സ്റേസ് എന്തിനൊക്കെ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ശരീരത്തിൽ പൊട്ടൽ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടി എക്സ്റേസ് ഉപയോഗിക്കാറുണ്ട്. ഏതെങ്കിലും അവയവങ്ങൾക്ക് എന്തെങ്കിലും രോഗം പിടിപെട്ടിട്ടുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി എക്സ്റേസ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ബുള്ളറ്റ്, സ്റ്റോൺസ് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിലേക്ക് തറയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ അവയുടെ പൊസിഷൻ അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എക്സ്റേസ് ഉപയോഗിക്കാറുണ്ട്. ദേ ആർ യൂസ്ഡ് ഇൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ ആൻഡ് ഇൻ സ്കിൻ ഡിസീസസ്. അപ്പോൾ നമ്മുടെ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്
എക്സ്റേസ് ആണ്. ക്യാൻസർ ചികിത്സയ്ക്കും അതുപോലെ സ്കിൻ, നമ്മുടെ ത്വക്കുപരമായിട്ടുള്ള എന്തെങ്കിലും ഡിസീസ് രോഗങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എക്സ്റേസ് ഉപയോഗിച്ചാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. In engineering, X-rays are used in detecting faults, cracks, flaws and gas pockets in the finished metal products and in heavy metal sheets. മെറ്റൽ ഷീറ്റ്സിലും അതുപോലെ തന്നെ മെറ്റൽ പ്രോഡക്ട്സിലും ഉണ്ടാകുന്ന കേടുപാടുകൾ പരിഹരിക്കാനും അവയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് തിരിച്ചറിയാനും വേണ്ടി നമ്മൾ എൻജിനീയറിംഗ് മേഖലയിൽ എക്സ്റേസ് ഉപയോഗിക്കാറുണ്ട്. ഇൻ സയൻറ്റിഫിക് വർക്ക്, എക്സ്റേസ് ആർ യൂസ്ഡ് ഇൻ സ്റ്റഡിയിങ് ക്രിസ്റ്റൽ സ്ട്രക്ചർ ആൻഡ് കോംപ്ലക്സ് മോളിക്യൂൾസ്. അപ്പോൾ സയൻറ്റിഫിക് വർക്കിൽ നമ്മൾ എക്സ്റേസിൻ്റെ യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്റ്റൽ സ്ട്രക്ചർ പഠിക്കുക, അതുപോലെ തന്നെ കോംപ്ലക്സ് മോളിക്യൂൾസിനെ കുറിച്ച് പഠിക്കുക. ഇവയുടെ പഠനത്തിന് വേണ്ടി നമ്മൾ എക്സ്റേസ് ഉപയോഗിക്കാറുണ്ട്. ഇൻ കസ്റ്റം ഡിപ്പാർട്ട്മെൻറ്റ്, എക്സ്റേസ് ആർ യൂസ്ഡ് ഇൻ കസ്റ്റം ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് ബാൻഡ് മെറ്റീരിയൽസ് കെപ്റ്റ് ഹിഡൻ. അപ്പോൾ ഈ ബാഗിലൊക്കെ കള്ളക്കടത്ത് പോലുള്ള നിരോധിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കടത്താൻ നോക്കിക്കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി കസ്റ്റം ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉപയോഗിക്കുന്ന റേ ഏതാണെന്ന് ചോദിച്ചാൽ അത് എക്സ്റേ ആണ്. അടുത്ത് നമുക്ക് റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത് ആരൊക്കെയാണെന്ന് നോക്കാം. റേഡിയോ ആക്ടിവിറ്റി വാസ് ഡിസ്കവേർഡ് ബൈ ഹെൻറി ബെക്യുറൽ, മാഡം ക്യൂറി ആൻഡ് പിയറി ക്യൂറി, ഫോർ വിച്ച് ദേ ജോയിൻലി വേൺ നൊബേൽ പ്രൈസ്. അപ്പോൾ റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരാണ് ഹെൻറി ബെക്യുറൽ, മാഡം ക്യൂറി ആൻഡ് പിയറി ക്യൂറി. ഇവർക്ക് 3 പേർക്കും ഈ റേഡിയോ ആക്ടിവിറ്റിയുടെ കണ്ടുപിടുത്തത്തിന് നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. അടുത്തതായി ന്യൂക്ലിയർ ഫിഷൻ. ആറ്റം ബോംബ് ഈസ് ബേസ്ഡ് ഓൺ ന്യൂക്ലിയർ ഫിഷൻ. യുറേനിയം 235 ആൻഡ് പ്ലൂട്ടോണിയം 239 ആർ യൂസ്ഡ് ആസ് ഫിഷണബിൾ മെറ്റീരിയൽ. അപ്പോൾ ആറ്റം ബോംബിൽ ഉപയോഗിക്കുന്നത് എന്താണ്? ന്യൂക്ലിയർ ഫിഷനാണ് ആറ്റം ബോംബിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് യുറേനിയം 235 ആൻഡ് പ്ലൂട്ടോണിയം 239. ന്യൂക്ലിയർ ഫിഷൻ വാസ് ഫസ്റ്റ് ഡെമോൺസ്ട്രേറ്റഡ് ബൈ ഹാലിൻ ആൻഡ് ഫ്രിറ്റ്സ് സ്ട്രാസ്മാൻ. അപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ ആദ്യമായിട്ട് കാണിച്ചത് ഹാലിനും ഫ്രിറ്റ്സ് സ്ട്രാസ്മാനും ചേർന്നാണ്. ന്യൂക്ലിയർ ഫ്യൂഷനാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. When 2 or more light nuclei combined together to form a heavier nucleus is called as nuclear fusion. 2 ചെറിയ ന്യൂക്ലിയകൾ ചേർന്ന് ഒരു വലിയ ന്യൂക്ലിയസ് ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഫോർ ദ ന്യൂക്ലിയർ ഫ്യൂഷൻ എ ടെമ്പറേച്ചർ ഓഫ് ദ ഓർഡർ ഓഫ് 10⁸ Kelvin ഈസ് റിക്വയർഡ്. ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കണമെങ്കിൽ അവിടെ 10⁸ Kelvin ടെമ്പറേച്ചർ ആവശ്യമാണ്. ഹൈഡ്രജൻ ബോംബ് വാസ് മെയ്ഡ് ബൈ ദ അമേരിക്കൻ സയൻറ്റിസ്റ്റ് ഇൻ 1952. 1952 ഒരു അമേരിക്കൻ സയൻറ്റിസ്റ്റ് ഹൈഡ്രജൻ ബോംബ് കണ്ടുപിടിക്കുന്നത്. ദിസ് ഈസ് ബേസ്ഡ് ഓൺ ന്യൂക്ലിയർ ഫ്യൂഷൻ. അപ്പോൾ ഹൈഡ്രജൻ ബോംബിൽ വരുന്ന തത്വം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ഇറ്റ് ഈസ് 1000 times മോർ പവർഫുൾ ദാൻ ആറ്റം ബോംബ്. ഹൈഡ്രജൻ ബോംബ് എന്ന് പറയുന്നത് ആറ്റം ബോംബിനേക്കാളും 1000 മടങ്ങ് ശക്തിയുള്ളതാണ്. Nuclear reactor is an arrangement in which controlled nuclear fission reaction takes place. ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ നമ്മുടെ കൺട്രോളോടുകൂടെ നടത്തുന്ന ഒരു അറേഞ്ച്മെൻറ്റ് നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്ലിയർ റിയാക്ടർ. ഫസ്റ്റ് ന്യൂക്ലിയർ റിയാക്ടർ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ചിക്കാഗോ യൂണിവേഴ്സിറ്റി അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് പ്രൊഫസർ എൻറിക്കോ ഫെർമി. ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ എൻറിക്കോ ഫെർമിയുടെ നേതൃത്വത്തിൽ ആണ് ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഹെവി വാട്ടർ, ഗ്രാഫൈറ്റ് ആൻഡ് ബെറിലിയം ഓക്സൈഡ് ആർ യൂസ്ഡ് ടു സ്ലോ ഡൗൺ ദ ഫാസ്റ്റ് മൂവിങ് ന്യൂട്രോൺസ്. ഓക്കെ, അപ്പോൾ ഫാസ്റ്റ് മൂവിങ് ന്യൂട്രോൺസിനെ നമ്മൾ സ്ലോ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസാണ് ഹെവി വാട്ടർ, ഗ്രാഫൈറ്റ് ആൻഡ് ബെറിലിയം ഓക്സൈഡ്. ദേ ആർ കോൾഡ് മോഡറേറ്റ്. നമ്മൾ ഇവയെ വിളിക്കുന്ന പേരാണ് മോഡറേറ്റ്. അടുത്തത് യൂസസ് ഓഫ് ന്യൂക്ലിയർ റിയാക്ടറാണ് നമ്മൾ നോക്കുന്നത്. ടു പ്രൊഡ്യൂസ് ഇലക്ട്രിക്കൽ എനർജി ഫ്രം ദ എനർജി റിലീസ്ഡ് ഡ്യൂറിങ് ഫിഷൻ. ഈ ഫിഷൻ നടക്കുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് പ്രധാനമായിട്ട് ന്യൂക്ലിയർ റിയാക്ടർ ഉപയോഗിക്കുന്നത്. ടു പ്രൊഡ്യൂസ് ഡിഫറൻറ്റ് ഐസോട്ടോപ്സ്, ദിസ് ക്യാൻ ബി യൂസ്ഡ് മെഡിക്കൽ, ഫിസിക്കൽ ആൻഡ് അഗ്രികൾച്ചർ സയൻസ്. എലമെൻസിൻ്റെ ഐസോട്ടോപ്പ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ന്യൂക്ലിയർ റിയാക്ടർ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഐസോട്ടോപ്സിനെ നമ്മൾ മെഡിക്കൽ, ഫിസിക്കൽ ആൻഡ് അഗ്രികൾച്ചറൽ സയൻസ് ഫീൽഡിൽ നമ്മൾ ഉപയോഗിക്കുന്നു.
ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന കുറച്ച് കമ്പോണൻസ് ആണ് അടുത്ത താഴെ നമ്മൾ പറയുന്നത്. ഫിഷണബിൾ ഫ്യൂവൽ uranium-235 ഓർ uranium-239 ഈസ് യൂസ്ഡ്. ഫിഷണബിൾ ഫ്യൂവലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് uranium-235 ഓർ uranium-239. Moderator decreases the energy of neutrons so that they can be further used for fission reaction. നമ്മൾ മോഡറേറ്ററിൻ്റെ യൂസ് പറഞ്ഞതാണ്. ന്യൂട്രോൺസിൻ്റെ മൂവ്മെൻറ്റിനെ സ്ലോ ഡൗൺ ചെയ്യാനാണ് നമ്മൾ മോഡറേറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് വീണ്ടും നടക്കുന്ന ഫിഷൻ റിയാക്ഷനിൽ ഈ നമുക്ക് ന്യൂട്രോൺസിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഹെവി വാട്ടർ ആൻഡ് ഗ്രാഫൈറ്റ് ആർ യൂസ്ഡ് ആസ് മോഡറേറ്റർ. പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞു ഹെവി വാട്ടറും ഗ്രാഫൈറ്റുമാണ് മോഡറേറ്ററായിട്ട് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. Control rods of cadmium or boron are used to absorb the excess neutrons produced in fission of uranium nucleus so that the chain reaction. ഈ ഫിഷൻ പ്രോസസ്സിൽ എക്സസ് ആയിട്ടുണ്ടാകുന്ന ന്യൂട്രോൺസിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് കൺട്രോൾ റോഡ്സ് ഓഫ് കാഡ്മിയം അല്ലെങ്കിൽ ബോറോൺ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. CDSൻ്റെ കൂടുതൽ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോ ഉടനെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.